ഇനി മലപ്പുറം തെന്നലയിൽ സ്ത്രീവിരുദ്ധ പരാമർശവുമായി വിജയിച്ച LDFന്റെ സ്വതന്ത്രൻ വാർഡ് പിടിച്ചെടുക്കാൻ കെട്ടിക്കൊണ്ടുവന്ന സ്ത്രീകളെ കാഴ്ചവെക്കരുതെന്ന് KV മജീദ് പറയുന്നു. ആണത്തവും ഉളുപ്പുമുള്ള ആണുങ്ങൾ പെണ്ണുങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയാൽ മതി, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വീട്ടിലിരിക്കട്ടെ എന്ന് മജീദ് പറഞ്ഞു. അന്യാണുങ്ങളെ മുമ്പിൽ പോയി നിസ്സാര ഒരു വോട്ടിന് വേണ്ടി സയ്യിദ് മജീദിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കുടുംബത്തിൽ നിന്ന് കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. ശാന്തകുമാർ, കേട്ടിരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കൊടിയ സ്ത്രീവിരുദ്ധതയാണ്. തീർച്ചയായും തന്നെ വലിയ സ്ത്രീവിരുദ്ധം തന്നെയാണ്. കൊടക്കല്ലിൽ, ഈ തെന്നല ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് കൊടക്കല്ലിലാണ് ഇന്നലെ ഈ വിജയാഹ്ലാദ പ്രകടനം നടന്നത്. LDF സ്ഥാനാർത്ഥി 1-ാം വാർഡിൽ നിന്ന് ഈ KV മജീദ് വിജയിച്ചിരുന്നു. തെന്നല പഞ്ചായത്ത് UDF വിജയിച്ചു. പക്ഷേ 1-ാം വാർഡിൽ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി KV മജീദാണ് വിജയിച്ചത്. തുടർന്നാണ് ഇയാളുടെ ഈ വിവാദ പരാമർശവും ഉണ്ടായിരിക്കുന്നത്. അത് വലിയ തോതിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശം തന്നെയാണ്. അത് നമ്മളിനി ആവർത്തിക്കേണ്ടതില്ല. കാരണം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ KV മജീദിനെതിരെ വനിതാ ലീഗ് പ്രവർത്തകർ രംഗത്തിറങ്ങുകയും വീടുകൾ തോറി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഈ KV മജീദിനെ പ്രകോപിതനാക്കിയത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധവും ഇദ്ദേഹത്തിന്റെ ഈ സ്ത്രീവിരുദ്ധ പരാമർശത്തെ ഉയർന്നിട്ടുണ്ട്. ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ശരി, നടപടി ഉണ്ടായാൽ മതിയാവുകയുള്ളൂ. ശാന്തകുമാർ വെള്ളാലത്ത്, അതല്ലെങ്കിൽ ആ പാർട്ടിയൊക്കെ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇമാതിരിയൊക്കെ സ്ത്രീകളെ വിമർശിക്കുന്നവരൊക്കെയാണ് ഈ വിജയിച്ച് വിജയശ്രീയിൽ ആളുകളായി നിൽക്കുന്നത് എന്നുള്ളതാണ് കഷ്ടം.